നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല, ഞാൻ ഒരു കാലത്തും എന്റെ തല വെട്ടി മാറ്റി വെച്ചാലും രേണു അന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്താണ് അത്ര നല്ലതാണ്, അത് ചെയ്തോട്ടെ, അത് ഇനി മുന്നോട്ടും ചെയ്തോളൂ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. അത് ഞാൻ അന്നും വിമർശിച്ചിരിക്കുന്നു, ഇന്നും വിമർശിക്കുന്നു. രേണുവിനെ പോലെ ഇനി മറ്റാരും ഇത് കാണിച്ചുകൊണ്ട് വന്നാലും ഞാൻ അത് വിമർശിക്കുക തന്നെ ചെയ്യും. ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. രേണുവിന്റെ ഈ അസുഖത്തെ കുറിച്ച് രേണു തുറന്ന് പറഞ്ഞ സമയമാണ്. ഞാൻ ഏതാണ്ട് മെയ് 2 3 തീയതിയോടെ ഞാൻ അറിഞ്ഞ കേസാണ് രേണുവിന്റെ അസുഖത്തെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്ന് അറിഞ്ഞാണ്. ഞാൻ എവിടെയും പറഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് അത്രയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള, എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരായിട്ടുള്ള രേണുവിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് രേണുസുതിയാണ്. അപ്പൊ രേണുസുതി കോണ്ടന്റ് ഇനി എടുക്കരുത് എന്ന് വിചാരിച്ചാണ്. ഒരു ഇതുപോലത്തെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നമ്മളെ പോലുള്ളവർ എടുത്തേ പറ്റുള്ളൂ. അന്നേരം കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ വീഡിയോസ് രേണുസുതി കുറെ നാളായിട്ട് ഈ അസുഖം തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് കുറെ അധികം പൈസയാവും എന്ന്. ശരി, പറയുന്നുണ്ട്, ശരിയാണ്. ഈ ഒരു അസുഖം ചികിത്സിക്കണമെങ്കിൽ കുറെ അധികം പൈസയാവും. പക്ഷെ രേണുവിന്റെ ഇന്നത്തെ സിറ്റുവേഷനിൽ വെച്ചിട്ട് അത് മറ്റുള്ളവരെ ഒന്ന് സഹായിച്ചിട്ട് വേണോ രേണുവിന് ഈ ചികിത്സ നടത്താൻ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ രേണു ഒരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ ഇട്ടാൽ തന്നെ അത് ലക്ഷക്കണക്കിന് വ്യൂസിലോട്ടാണ് വരുന്നത്, നിസ്സാരം യൂട്യൂബിൽ തന്നെ. അപ്പൊ ആസ് എ യൂട്യൂബർ എനിക്കറിയാം, എനിക്ക് വരുന്ന വരുമാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രേണുസുതിയുടെ അത്രയൊന്നും നമ്മുടെ വീഡിയോ ഓടിയില്ലെങ്കിലും ഒരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ ഒന്നുമില്ലെങ്കിൽ ഒരു 50,000 വ്യൂസ് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന ഏണിങ്സ് അത് എത്രയാണെന്ന് എന്നെ പോലെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ യൂട്യൂബർ ആയിട്ടുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പം ഒരു 3000 2500 മേളെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ചാനലില്. അപ്പൊ അത്രയും പറഞ്ഞ കയ്യിൽ നിന്ന് ഒരു 299 രൂപ വെച്ച് കിട്ടുമ്പോഴത്തേക്ക് ഒരു മാസത്തിൽ എങ്ങനെ പോയാലും ഒരു 3 ലക്ഷം രൂപയോളം കിട്ടുവടേ. അതിനകത്ത് പോസ്റ്റ് ഇനി ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തത് ആരാണെങ്കിലും അവരാരും അത് സബ്സ്ക്രിപ്ഷൻ ഓഫ് ആക്കി പോവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാൽ ഈ ഒരു അസുഖമല്ലേ, ആ ഒരു 300 രൂപ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് തന്നെ വിചാരിക്കുള്ളൂ. അപ്പം ഇതിന്റെ എല്ലാം കൂടെ ഒരു വരുമാനം വെച്ച് ഓൾമോസ്റ്റ് 5 lakhs രൂപയെങ്കിലും രേണുസുതിക്ക് കിട്ടും. പിന്നെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അല്ലാത്ത സംഘടനയാണെങ്കിലും അങ്ങനെ ഇങ്ങനെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഒരു തുക ഇവർക്ക് പിരിച്ചു കൊടുക്കും. അപ്പൊ വീണ്ടും വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തിനാണ് ഇനിയും പൈസ ഒരുപാടാകുമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഈ അവസരത്തിൽ രേണുവിനെ വലിച്ചു കീറി ഒട്ടിക്കാൻ വന്നതല്ല. എന്റെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം രേണുസുതി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കിച്ചു എന്നെ വന്ന് കണ്ടിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി, ഞാൻ ജൂൺ 14 തീയതി തോന്നുന്നു ഞാൻ കിച്ചുവിനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രേണുവിന്റെ ഈ അസുഖത്തെ കുറിച്ച് രേണു തുറന്നു പറഞ്ഞ സമയമാണ്. ഞാൻ ഏതാണ്ട് മെയ് 2 3 തീയതിയോടെ ഞാൻ അറിഞ്ഞ കേസാണ് രേണുവിന്റെ അസുഖത്തെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്ന് അറിഞ്ഞാണ്. ഞാൻ എവിടെയും പറഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് അത്രയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള, എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരായിട്ടുള്ള രേണുവിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന നിരയിൽ ഒന്നാമത് നിൽക്കുന്ന ആളോട് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നില്ല. ആ 2 വ്യക്തികളോടെ മാത്രമേ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കോണ്ടന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ 2 വ്യക്തികളോട് മാത്രമേ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ആ 2 വ്യക്തികളോട് പോലും എടാ ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇത് ശരിയാണോ, നീ അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. ഞാനത് മനസ്സിൽ തന്നെ വെച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഷെബീന ബീബി ഇങ്ങനെ ഒരു സംഭവം പൊട്ടിച്ചോണ്ട് വന്നത്. ശരിയാണ്, പൊട്ടിച്ചോണ്ട് വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്, നമ്മൾ അതിനെ കുറിച്ച് തുറന്നു പറഞ്ഞത്. പക്ഷെ രേണുവിനെ അവിടെ വലിച്ചു കീറി ഒട്ടിക്കാനൊന്നും നമ്മൾ നിന്നില്ല. അതിന്റെ അർത്ഥം ഒരിക്കലും രേണു പണ്ട് കാണിച്ച പ്രവർത്തികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. ഞാൻ ഒരു കാലത്തും എന്റെ തല വെട്ടി മാറ്റി വെച്ചാലും രേണു അന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അത്ര നല്ലതാണ്, അത് ചെയ്തോട്ടെ, അത് ഇനി മുന്നോട്ടും ചെയ്തോളൂ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് ഞാൻ അന്നും വിമർശിച്ചിരിക്കുന്നു, ഇന്നും വിമർശിക്കുന്നു. രേണുവിനെ പോലെ ഇനി മറ്റാരും ഇത് കാണിച്ചുകൊണ്ട് വന്നാലും ഞാൻ അത് വിമർശിക്കുക തന്നെ ചെയ്യും. പറഞ്ഞതിൽ യാതൊരു മാറ്റവുമില്ല. രേണു അന്ന് കാണിച്ചത് മഹാ അപരാധം തന്നെയാണ്, മഹാ അപരാധം. പക്ഷെ അന്ന് കാണിച്ചതിന്റെ പേരിലാണ് ഈ അസുഖം വന്നത് എന്നൊന്നും പറയാനൊന്നും ഞാനില്ല, അതൊന്നുമില്ല. ശരി, ഞാൻ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുക. പിന്നെ ദൈവത്തെ ഓർത്ത് ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട് ഇതിനകത്ത് ഞാൻ രേണുവിനെ വെളുപ്പിക്കാൻ നിൽക്കുവാണെന്നോ അല്ലെങ്കിൽ രേണുവിനെ മോശം പറഞ്ഞുകൊണ്ടോ ഒന്നും ഒരു കമന്റും ഇതിനകത്ത് വരരുത്. ദൈവത്തെ ഓർത്ത് മനസാക്ഷി ഒന്ന് കാണിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞാൽ രേണുവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വന്നല്ല. ഇത്ര നാളുടെ ഇടയിൽ നമ്മൾ രേണുവിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളോട്ട് എത്തിക്കേണ്ട എന്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം അവള് കാണിക്കുന്ന അപരാധം മാത്രമല്ലല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഇതാണ് കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ ചാനൽ വഴി വന്ന വീഡിയോ. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതും കൂടെ നിങ്ങൾ കേൾക്കണം. സ്കിപ്പ് ചെയ്യാതെ വേണം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ഇരുന്ന് കാണാൻ. ഓക്കെ, ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല.
ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞല്ല, അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതിക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ വീട്ടിൽ, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെ എൻ്റെ. അപ്പൊ ശരി, കൂടുതൽ എനിക്ക് കേൾക്കാനോ കേൾപ്പിക്കാനോ താല്പര്യമില്ല. അപ്പം ഇതാണ് രേണുസുധിയുടെ ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ജൂൺ 14 തീയതി ഞാൻ കിച്ചുവിനോട് പറഞ്ഞിരുന്നു, മോനെ നീ ഒന്ന് പോയി കാണണം. ഞാൻ നിർബന്ധിച്ചില്ല, കാണാം, നിനക്ക് ഒരുപാട് വിഷമങ്ങൾ അവർ കാരണം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു അസുഖം വന്നെന്നുള്ള ഒരു നിലയിൽ നീ ഒറ്റ തവണ ഒന്ന് പോയി കാണണം. അപ്പം അവനൊന്നും പറഞ്ഞില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവന്റെ ഫ്രണ്ട് ജയജിത്തിനോട് പറഞ്ഞു. അപ്പം അവന്മാര് പറഞ്ഞു ഞങ്ങളും കൂടെ പോകാം, അല്ലെങ്കിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എനിക്കൊരു മെസ്സേജ് വരുന്നു, കാണാൻ പോകത്തില്ല, ഞാൻ ഫോൺ വിളിച്ചോളാം, ഫോൺ വിളിക്കാം എന്ന് പറഞ്ഞു. ശരിയാണ്, ഇവൻ ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് രേണുസുധി ഫോൺ എടുത്തിരുന്നില്ല, അവർക്ക് എന്തോ വയ്യഴിക്കാൻ മറ്റോ ആയിരുന്നു. പകരം രേണുസുധി ഒരു മെസ്സേജ് എങ്ങാണ്ട് തിരിച്ച് വോയിസ് മെസ്സേജ് ആണോ, അത് എനിക്ക് അറിയത്തില്ല, അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. എന്തോ ഒരു സംഭവം തിരിച്ചിങ്ങോട്ടിട്ടു. അപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഞാൻ കിച്ചുവിനെ ഫോൺ വിളിച്ച്, കിച്ചു എടുത്തില്ല. 2 തവണ ഫോൺ വിളിച്ച്, കിച്ചു എടുത്തില്ല. അപ്പം ഇവിടെ ഐസിയുലാണ് എന്നറിഞ്ഞതിന് ശേഷം ഞാൻ എന്താണേലും രേണുവിന്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു. അവർ അമ്മയാണ് എടുത്തത്. അപ്പം ഇന്ന് എത്ര തീയതി? ഇന്ന് 27 അല്ലേ? ഇന്ന് വരെ, ഈ നിമിഷം വരെ, കുവൈറ്റ് സമയം 10:15, ഈ നിമിഷം വരെ കിച്ചു രേണുവിനെ കാണാൻ വന്നിട്ടില്ല. അതിന് അവന്റേതായിട്ടുള്ള കാര്യങ്ങളും ന്യായങ്ങളും ഉണ്ട്. ഞാനത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കും 10-22 വയസ്സല്ലേ ഉള്ളൂ, അതിന്റെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ അവനും ഒരുപാട് കാര്യങ്ങള് എന്നാ വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ അവന്റെ അച്ഛനെ ആണെങ്കിലും അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ രേണു ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അവന് ഒരു 22 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പൊ മറ്റുള്ളവരുടെ മുഖത്ത് പല ചോദ്യങ്ങളും വരുമ്പോൾ അവൻ പലരുടെ അടുത്തും തല താഴ്ത്തിയാണ് നിന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ ഒരു ആൺകൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. ഒന്നും നല്ലത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും തന്നെ രേണുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. അവൻ എപ്പോഴും തല താഴ്ത്തിയാണ് രേണു നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും നീ കാണും നിങ്ങളോടാണെങ്കിലും പറഞ്ഞത്, നമ്മൾ കാരണം നമ്മുടെ മക്കൾ ഒരിക്കലും തല താഴ്ത്തി നടക്കാനുള്ള ഒരു ഇട നമ്മൾ വരുത്തരുത്. എന്നിട്ട് പാസ്റ്റിൽ ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഒരു അസുഖം വരുമ്പോഴത്തേക്ക് എല്ലാം മറന്ന് ഓടി വരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ പോലെ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ബിഷപ്പിനെ പോലെ ആയിരിക്കണമെന്നില്ല. ബിഷപ്പിനെ നമുക്കറിയാം വിഷപ്പാമ്പ് എന്ന് വരെ വിളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രേണുസുധി. ഇപ്പോഴാണ് തിരുമേനി എന്നുള്ളൊരു പദപ്രയോഗത്തിലോട്ട് പോയത്. ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു സജിനയും ശ്രീത്തും അല്ലാണ്ട് ബാക്കി എല്ലാ മനുഷ്യരും രേണുവിനെ എടുത്തിട്ട് അലക്കിയ ആൾക്കാരാണ്. കാരണം അമ്മാതിരി കോപ്രായമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അമ്മാതിരി നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കിടക്കുമ്പോഴത്തേക്ക് ഞാൻ അധികം എടുത്തിട്ട് അത് വെച്ചിട്ട് അലക്കുന്നില്ല. അപ്പൊ എന്തായാലും രേണു ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വീഡിയോയിലൂടെ പറയുമ്പോഴത്തേക്ക് അവനെ വീണ്ടും സൈബർ ബുള്ളി ചെയ്യാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ജനം പല വിധമാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ ഒരു അസുഖമൊക്കെ വരുമ്പോൾ മിക്കവരും ആ പഴയ കാര്യങ്ങൾ, രേണു കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവനിലോട്ട് വിരൽ ചൂണ്ടാൻ ഒരു ഇതുണ്ട്. ഞാൻ ഇന്നും കിച്ചുവിനോട് മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഒന്ന് അവിടെ വരെ ഒന്ന് പോയി കാണുക. അത് അവന്റെ ഇഷ്ടമാണ്, നമ്മൾ നിർബന്ധിക്കുന്നില്ല, അവന്റെ ഇഷ്ടമാണ്. പോയി കാണുമോ കാണാതിരിക്കുമോ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അവന് നല്ലതായിട്ട് എന്തെങ്കിലും രേണുസുധി അവന് നല്ല ഓർമ്മകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആരും പറയാതെ തന്നെ വന്ന് കാണുമായിരുന്നു. പക്ഷെ അവന്റെ മനസ്സിലോട്ട് നിങ്ങൾ ഇൻജക്ട് ചെയ്തിട്ടുള്ള അവന്റെ മുറിവുകളാണ്. ആ മുറിവുകളുടെ പാടുകൾ ഒരിക്കലും ഉണങ്ങിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടായിരിക്കും മേ ബി അവൻ വന്ന് കാണാത്തത്. അപ്പം അതിലകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അവന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അവൻ എന്തുമാത്രം മുറിവേറ്റിട്ടുണ്ടെന്ന് അത് അവന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതിൽ ഞാൻ കുറ്റം ഒരിക്കലും പറയത്തില്ല. വന്ന് കാണുമായിരിക്കും, പുക വന്ന് കാണുമായിരിക്കും. അറിയത്തില്ല കേട്ടോ. കണ്ടാലും സന്തോഷം, കണ്ടില്ലേലും നമുക്കൊന്നും പറയില്ല. ഒരു പക്ഷെ രേണുവിന് ആഗ്രഹം കാണുമോ കാണില്ലയോ എനിക്കറിയത്തില്ല. ആഗ്രഹം കാണും, അവനെ ഒന്ന് വന്ന് കാണണം, അവനൊന്ന് വന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷെ എന്താണ് രേണുവിന്റെ ഈ കമന്റ് ബോക്സ് നിറയെ വന്നിരുന്ന കമന്റുകൾ സഹതാപം തോന്നിയിരുന്നു. എന്നാൽ ഈ കിടപ്പിലും ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നു, അത് വേണ്ടായിരുന്നു. അതിന് തന്നെ എനിക്കറിയത്തില്ല 853 ലൈക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ അടിയിലും കുറെ മെസ്സേജുകൾ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. രേണു പറഞ്ഞത് നന്നായി, പല വ്ളോഗേഴ്സും പലതും പറയുന്നു കിച്ചു വന്നു പോയി എന്നൊക്കെ. അതിനൊരു മറുപടി പറഞ്ഞത് നന്നായി. എത്ര ദ്രോഹം ചെയ്താലും ഇങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടും വരാത്ത കഷ്ടം തന്നെ, വല്ലാത്ത മനസ്സ് കുട്ടിയുടെ. അങ്ങനെ അവനെ ബുള്ളി ചെയ്യുന്ന രീതിയിലും ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. ആ കൊച്ച് എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ, എന്തിന് ഇതിന് ഇവിടെ വന്ന് കുറ്റം പറയുന്നു, കഷ്ടം.
അതിന് 445 ലൈക്കാണ് വന്നിട്ടുള്ളത്. ഈ അവസ്ഥയിലും ആ കിച്ചുവിനെ കുറ്റം പറഞ്ഞ് മീഡിയക്ക് ഇട്ട് കൊടുക്കാനുള്ള ആ മനസ്സ് സമ്മതിച്ചു തന്നെ. പിന്നെന്താ, ഞാൻ കിച്ചുവിന്റെ കൂടെയാണ്, അവന് അത്രയും മാനസിക വിഷമം ഉണ്ടാവും. അങ്ങനെ ആയിട്ടും ആ കൊച്ചിനെ കുറ്റം പറയാനോ, എന്നിട്ടും ആ കൊച്ചിനെ കുറ്റം പറയുന്നല്ലോ. രേണുവിന്റെ ഈ അവസ്ഥയിൽ ഞാൻ കിച്ചുവിനോടൊപ്പം. കുറ്റം പറയുന്നു എന്നാരും വിചാരിക്കരുത്. ആ കുട്ടിയെ നീ വിട്ടേക്ക്, അതിന്റെ കാര്യം നീ പറയരുത്. ഈ സ്ത്രീ നന്നാവില്ല, വല്ലാത്ത സാധനം, ഞാൻ എന്നും പറയില്ല, പറഞ്ഞാൽ കൂടിപ്പം രോഗം ഭേദമാകട്ടെ. അപ്പം നമുക്ക് ഇത് ഒരുപാട് കമന്റ് ഉണ്ട്. ആ ഒരു 10,500 കമന്റ് വന്നിടത്തോളം അതിലൊരു എന്താണ് 1495 കമന്റും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് ഇത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായത്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങള്. നീ രേണു, ഞങ്ങൾ ഉൾപ്പെടെ നീ അത്രയും എന്താണ് മോശമായ പ്രവർത്തികൾ ചെയ്തിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഞാൻ അതുപോലെയുള്ള ഡാനി സത്യൻ, എന്താണ് ഒരുപാട് ആൾക്കാർ നീ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ആണ്. സീക്രട്ട് ഏജന്റിലോട്ട് വരുവാണെങ്കിൽ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം എന്താണ് നിങ്ങളെ വന്ന് കണ്ടു, അത് AC വാങ്ങിച്ചു കൊടുത്തു, പൈസ കൊടുത്തു, അതൊക്കെ ശരി തന്നെയാണ്. അത് എന്നിട്ട് ആ ഒരു ഇന്റർവ്യൂ ചെയ്തതൊന്നും, ഇന്റർവ്യൂയിലൂടെ വന്ന് വലിയ മാസ് ഡയലോഗ് അടിച്ചതൊന്നും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ എന്നെ നന്നായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ രേണുവിനെ വിമർശിച്ചിരുന്നില്ലേ, രേണുവിനെ വിട്ട് നീ കുറെയൊക്കെ തിന്നതല്ലേ, അതിന്റെ പാവം നിന്റെ കുടുംബത്ത് കിട്ടും എന്നൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ, എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്നവര്, നിന്റെ കുടുംബത്തിൽ നെഗറ്റീവ് ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അതുപോലെ ബ്ലെയിം ചെയ്ത ആൾക്കാരുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, എന്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ എന്താണ് രേണു കൊണ്ടിട്ട കാര്യങ്ങൾ അത് നമ്മളെടുത്ത് റിയാക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ ഒരിക്കലും രേണുവിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുക, പേഴ്സണൽ കാര്യങ്ങൾ അത് പബ്ലിക് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അവൾ അമ്മാതിരി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ ഞാൻ അത് വിടുകയാണ്. എനിക്ക് അതിനകത്ത് ഇനി പറയാൻ താല്പര്യമില്ല. അപ്പം അത്രയൊക്കെ നിന്നിരുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ വരകട്ടെ മനസ്സറിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു, അത് ഞങ്ങളുടെ ഒരു മനുഷ്യത്വമാണ്, നിന്നോട് തോന്നുന്ന ഒരു സഹതാപം മാത്രമാണ് എന്ന് വെച്ച് ഒരിക്കലും നീ കാണിച്ച ആ പ്രവൃത്തിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, അല്ലാതെ നീ മനസ്സിലാക്കുക. പിന്നെ എനിക്ക് റിക്വസ്റ്റ് ഉള്ള, ഈ അവസ്ഥയിലും നീ പ്രാർത്ഥിക്കാൻ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നിന്റെ അമ്മയെ വിളിച്ചപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അമ്മ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്, അവള് വേഗം സുഖമായിട്ട് വരട്ടെ, പഴയതുപോലെ വരട്ടെ എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. അത് നമ്മൾ മനസ്സ് തൊട്ട് പറഞ്ഞതാണ്, അല്ലാതെ ഒരു ഫേക്ക് മാസ്ക് അണിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല, മനസ്സ് തൊട്ട് തന്നെ പറയാണ്. അപ്പം നീ ഈ ഒരു കിടക്കയിലും വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക. നീ വേഗം സുഖപ്പെട്ട് നീ വരും. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തൊക്കെയായാലും ഇവിടെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാല് രേണുസുതി ICUവിലായിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ഇന്ന് രാവിലെ ആഹാരം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെയിറ്റ് വളരെ കുറവാണ് പുള്ളിക്കാരിക്ക്. അപ്പൊ കീമോ എടുത്തപ്പോഴത്തേക്ക് ബോഡി കൗണ്ട് കുറഞ്ഞു പോയി. അത് കാരണം ഒന്ന് ICUവിലാക്കി എന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി ഓക്കെയാണ്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നിങ്ങൾ ബൈ.